നമ്മളിന്നൊരു ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നത്. അസാധ്യമായ പല കാര്യങ്ങളും ഇന്നത്തെ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് സാധ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടാണിത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നതെന്നായിരിക്കും. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഭിലാഷ്. ഞാൻ ആക്ച്വലി ഒരു സിനിമാ ഭ്രാന്തനാണ്. ഞാൻ മറ്റൊരു ചാനലിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല. എന്നിരുന്നാലും ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു സിനിമാ ഭ്രാന്തനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നൊരു ഇലക്ട്രോണിക് ഡിവൈസ് നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലുള്ളൊരു സിനിമാ ഭ്രാന്തൻ ഇത് മുതൽക്കൂട്ടാവും എന്ന് കരുതുന്നു. എന്തായാലും സാധനം കാണിക്കാം. ഇതാണ് ഡിവൈസ്, മിനി LED പ്രൊജക്ടർ. ഒരു മറ്റൊരു സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുത്ത് മേടിച്ചതാണ്. അത്ര ഭയങ്കര കോസ്റ്റൊന്നും ആയിട്ടില്ല, എന്നിരുന്നാലും അത്യാവശ്യം കോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഒരു വളരെ സേഫായിട്ട് പാക്ക് ചെയ്താണ് അയച്ചത്. നമുക്കിത് തുറന്നു നോക്കാം. കുറച്ച് ഫ്രജൈലായിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ട്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു പൗച്ചിങ് വെച്ചിട്ടാണ് നമ്മുടെ പ്രൊജക്ടർ ഇരിക്കുന്നത്. ഇതാണ് സാധനം. ഒരു ലെൻസ് ക്യാപ്പൊക്കെ ഇതിലൂടെ വരുന്നുണ്ട്. ക്യാപ്പ് തുറന്നു നോക്കാം. നമ്മളെ ഇങ്ങോട്ട് അഡ്ജസ്റ്റിംഗ് ആണ്. ഇത് എന്താണെന്ന് അറിയത്തില്ല. ഇത് കീ സ്റ്റോൺ എന്ന് എഴുതിയിരിക്കുന്നു, മറ്റേത് ഫോക്കസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കിത് നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു സ്പീക്കർ നമുക്ക് കാണാം. പിന്നെ ഇതിലൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ നമ്മുടെ പവർ കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ട്, USB, HDMI, പിന്നെ AV, പിന്നെ ഹെഡ്സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ BGA പോർട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിമോട്ടുണ്ട്. ചെറിയ റിമോട്ടിന് പറ്റിയ റിമോട്ടാണ്. പിന്നെ ഇത് കണക്ട് ചെയ്യാനുള്ള ജാക്കുകൾ, പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ളൊരു വയറ്, പിന്നെ ഒരു യൂസർ മാനുവൽ. ഇതാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിന് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്ക്രൂ പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റിൽ വെച്ചാൽ ഇത് നന്നായിരിക്കുള്ളെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും നോക്കാം. ഇപ്പോൾ എൻ്റെ ഇത് ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്രീനൊന്നുമില്ല. ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വൈറ്റ് വാളിലാണ് ഇത് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഇത് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കത് പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനെ കുറച്ച് ഹൈറ്റിൽ വെക്കണം. അപ്പോൾ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോക്സ് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബോക്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ഇത് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ആ കാണുന്ന വാളിലാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം കൂടെ ഒന്ന് പൊക്കി വയ്ക്കാം. ഓക്കെ, മാക്സിമം ഹൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ VGA പോർട്ട്, അല്ലെങ്കിൽ VGA കേബിള് നമുക്ക് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ VGA കേബിൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പവർ കേബിൾ ഉണ്ട്. പവർ കേബിൾ വരുന്നത് ഈ പവർ കേബിൾ കൂടെ നമുക്ക് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്യാം. പവർ കേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ UPS-ലേക്ക് കണക്ട് ചെയ്യാം. UPS-ൽ കണക്ട് ചെയ്തു.
ഇനി നമുക്ക് പവർ ഓണാക്കാം. ഇതായി കാണുന്ന വോളാണ് ഞാനിത് പ്രൊജക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രൊജക്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നമ്മുടെ UPSൻ്റെ പവർ ബട്ടൺ ഓൺ ചെയ്യാൻ പോവുകയാണ്. UPS ഓണായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊജക്ടറിൻ്റെ റെഡ് ലൈറ്റ് കത്തുന്നുണ്ട് ഇപ്പോൾ. അതായത് പവർ സപ്ലൈ കിട്ടിയിട്ടുണ്ടെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഓൺ ചെയ്യാം. ഒന്നുകിൽ ഈ പവർ ബട്ടൺ ഓൺ ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിമോട്ട് വെച്ചിട്ട് നമുക്കിത് ഓൺ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ തൽക്കാലം റിമോട്ട് വെച്ചിട്ട് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പ്രൊജക്ടർ ഓൺ ചെയ്തു. ഒരു ബ്ലൂ ലൈറ്റ് കത്തി. ഇതിപ്പം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമുക്ക് ഓണിലേക്ക് നോക്കാം. ഓണിൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നോ സിഗ്നലാണ് കാണിക്കുന്നത്. നമുക്കിതിൻ്റെ ഫോക്കസ് ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യമേ ലെൻസ് കവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കീ സ്റ്റോൺ ഒരു ബട്ടൺ ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി നമ്മുടെ സ്ക്രീന് എലിവേറ്റ് ചെയ്യാനും ചരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ് കീ സ്റ്റോൺ. നമുക്കിപ്പോൾ എന്തായാലും ഇത് സ്ട്രൈറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റം കൂടെ ഒന്ന് ഓൺ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സിസ്റ്റം ഞാൻ ഓൺ ചെയ്യാൻ പോവുകയാണ്. സിസ്റ്റം ഓണായി. നമ്മുടെ സ്പീക്കേഴ്സും കൂടെ ഒന്ന് ഓൺ ചെയ്യാം. സ്പീക്കർ ഓണായിട്ടുണ്ട്. സ്പീക്കർ നിങ്ങളെ കാണിച്ചില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓണിക്സിൻ്റെ ഒരു ചെറിയ 2.1 സ്പീക്കറാണ്. എന്തായാലും പ്രൊജക്ടർ സിസ്റ്റമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പ്രൊജക്ടർ സിസ്റ്റമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം ബ്രൈറ്റ്നസ് ഇച്ചിരി കുറവുണ്ട്. അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല ലൈറ്റ് വരുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ റൂമൊന്ന് ഡാർക്കാക്കിയാൽ കുറച്ചും കൂടെ തെളിച്ചം വരും. നമുക്ക് ആദ്യം ജസ്റ്റ് ഇതൊന്നൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ പ്രൊജക്ടറിൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ജസ്റ്റിസ് ലീഗ് മൂവി ഞാൻ 1080 ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ ഫോൾഡർ നമ്മുടെ സാക്ക് സൈഡ് ജസ്റ്റിസ് ലീഗ് കിടപ്പുണ്ട്. അത് 2 സൈസിലുള്ളതുണ്ട്. 650 MB 4.46 GB ഉണ്ട്. നമുക്ക് ആദ്യം കുറഞ്ഞ സൈസിലുള്ളതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ക്വാളിറ്റി വ്യത്യാസം അറിയാമല്ലോ. സ്പീക്കറിൻ്റെ വോളിയം ഇട്ടിട്ടില്ല. സ്പീക്കറിൻ്റെ വോളിയം ഞാൻ കൂട്ടുകയാണ്. അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റി ഉണ്ട്. റൂം കുറച്ചും കൂടെ ഡാർക്ക് ആയിരുന്നെങ്കിൽ ഇതിനും നല്ല ക്വാളിറ്റി കിട്ടിയാണ്. നമുക്ക് നമ്മുടെ 4 GB ജസ്റ്റിസ് ലീഗ് ഒന്ന് ഇട്ട് നോക്കാം. കുറച്ചും കൂടെ ക്ലിയർ ഉള്ള വീഡിയോ ആണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇത് പ്രൊജക്ടർ നല്ല കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടി ഞാൻ റൂം ജസ്റ്റ് ഷീറ്റൊക്കെ വെച്ചിട്ടൊന്ന് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റി ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരത്തെ പ്ലേ ചെയ്ത വീഡിയോസ് തന്നെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ആദ്യം ജസ്റ്റിസ് ലീഗിൻ്റെ കുറഞ്ഞ സൈസിലുള്ളതെന്ന് പ്ലേ ചെയ്യാം. അതിൻ്റെ ക്വാളിറ്റി മാക്സിമം ഇതാണ്.
ഫോർവേഡിങ് നോക്കാം. കുഴപ്പമില്ല, തരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 4.5 GB ഹൈ ക്വാളിറ്റിയുടെ വീഡിയോ ഫയൽ ഒന്ന് പ്ലേ ചെയ്യാം. അത് കുറച്ചും കൂടെ നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാം. റൂം ഡാർക്കാക്കിയത് കൊണ്ട് തന്നെ പിക്ചർ ക്വാളിറ്റി നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഒരു തിയേറ്ററിൽ നിന്ന് കാണുന്നതിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. One of Darkseid's conquerors. നമുക്ക് നമ്മുടെ ജോജി, മലയാളത്തിലെ ജോജി മൂവി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. യേശു 12 പേരോട് പ്രകാരം കൽപ്പിച്ച് പറഞ്ഞയച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രൊജക്ടറിൻ്റെ പിക്ചർ ക്വാളിറ്റി നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളെ റിമോട്ടിൽ ഒരു കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഞാൻ VGA കേബിൾ വഴി കമ്പ്യൂട്ടറിൽ നിന്ന് കണക്ട് ചെയ്താണ് നമ്മൾ ഈ ഡിസ്പ്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ള ഡിവൈസസുമായിട്ട് എങ്ങനെ പ്രൊജക്ടർ കണക്ട് ചെയ്യാന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സംഭവം നമ്മുടെ റിമോട്ടിൽ കുറച്ച് കീസ് ഉണ്ട്. അതിൽ ആദ്യം നമുക്ക് ഇവിടെ തന്നെ സോഴ്സ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഞെക്കി നോക്കാം. സോഴ്സ് ഞെക്കുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ തന്നെ VGA ഉണ്ട്. VGA ഇപ്പോൾ ഞാൻ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സോഴ്സിൽ തന്നെ വീണ്ടും ഞെക്കിയിട്ട് നമുക്ക് HDMI ഞെക്കുന്ന സമയത്ത് ഇപ്പോൾ HDMI കേബിൾ വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നോ ഏതെങ്കിലും ഡിവൈസിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ HDMI ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. അത് വീണ്ടും സോഴ്സ് എടുക്കുക. അപ്പോൾ നമുക്ക് TV കണക്ട് ചെയ്യണമെങ്കിൽ AV ഞെക്കുക. അപ്പം TV കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ് ഇത് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും സോഴ്സ് ഞെക്കുക. അപ്പോൾ മൾട്ടിമീഡിയ, അതായത് നമ്മൾ പെൻഡ്രൈവ് പോലത്തെ ഡിഫറെൻറ്റ് പെൻഡ്രൈവ് എൻ്റെ കയ്യിൽ ഒരെണ്ണം. അതായത് നമ്മുടെ സാൻഡിസ്കിൻ്റെ ഒരു ഓൺ ദ ഗോ പെൻഡ്രൈവ് ആണ്. അപ്പോൾ ഇത് ഒരു 32 GB ഒരു പെൻഡ്രൈവ് ആണ്. ഇതിനകത്തൊന്നും കാണാൻ ചാൻസ് ഇല്ല, ഇത് കുറേ നാളായി യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പ്രൊജക്ടറിൽ ഒന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെൻഡ്രൈവ് നമ്മുടെ പ്രൊജക്ടറിൽ കുത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ സോഴ്സ് എടുത്തു, മൾട്ടിമീഡിയയിൽ പോയി ഓക്കെ കൊടുക്കുക. ഓക്കെ എടുക്കുന്ന സമയത്ത് പെൻഡ്രൈവ് കണക്റ്റ് ആയിരുന്നു. പെൻഡ്രൈവ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു പെൻഡ്രൈവിൻ്റെ പടം അവിടെ കാണിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പല ഓപ്ഷൻസ് എടുക്കാം. അത് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസിലൊന്നുമില്ല. മ്യൂസിക് എടുക്കാം, മ്യൂസിക്കിലൊന്നുമില്ല. മൂവി എടുക്കാം, മൂവിയിലൊന്നുമില്ല. ടെക്സ്റ്റിലൊന്നുമില്ല. അപ്പോൾ ഈ പെൻഡ്രൈവ് ബ്ലാങ്ക് ആണ്, empty പെൻഡ്രൈവ് ആണ്, ഒന്നുമില്ല. അപ്പോൾ പെൻഡ്രൈവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതുവഴി കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പെൻഡ്രൈവ് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. വീണ്ടും നമ്മുടെ VGAയിലേക്ക് പോവാം. VGA വീണ്ടും കണക്ട് ചെയ്തു, നമ്മൾ കമ്പ്യൂട്ടറായിട്ട് അറ്റാച്ച് ആയിരിക്കുകയാണ്. ഈ പ്രൊജക്ടറിൻ്റെ ഒരു മാക്സിമം പ്രൊജക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 11 feet ആണ്.
പിന്നെ ഇതിൻ്റെ ഒരു ലാമ്പ് ലൈഫ് വന്നിട്ട് നമുക്കൊരു 30,000 അവർ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റെസൊല്യൂഷൻ വന്നിട്ട് നമ്മുടെ ഫുൾ HD വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ആയിട്ട് വരുന്നത് നമ്മുടെ മൂവി റേഷ്യോ 16:9 ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് പറയുകയാണെങ്കിൽ നമുക്കൊരു 1000 LM വരെ കിട്ടുന്നത്, 1000 ലൂമൻ വരെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഈ മോഡലിൻ്റെ പേരെന്ന് പറയുന്നത് RD810 എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ നമ്മുടെ മിനി LED പ്രൊജക്ടറിൻ്റെ ഫംഗ്ഷൻ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പിക്ചർ ക്വാളിറ്റി മറ്റൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു ഡിവൈസായിട്ട് തോന്നുകയാണെങ്കിൽ, അപ്പോൾ അത് സിനിമ നല്ല ബ്രാൻഡായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവുന്നുണ്ട് സൊസൈറ്റിയിൽ തന്നെ എന്നെ പോലെ. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് നല്ല ഡിവൈസായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേടിക്കാം. ഇത് ഫ്ലിപ്കാർട്ടിൽ ആമസോൺ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നമ്മുടെ 9,999 ആണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 5899 എന്ന എമൗണ്ടിനാണ് മേടിച്ചത്. അപ്പം അത്യാവശ്യം നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. 10,000 രൂപയുടെ സാധനം ഏകദേശം 6,000 രൂപയോളം ആയിട്ടുണ്ട്. അപ്പോൾ 4,000 രൂപയുടെ 4,000 സംതിങ് രൂപയുടെ ഡിഫറൻസിലാണ് ഞാൻ സാധനം മേടിച്ചത്. എന്നിരുന്നാലും എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഈ ഇതുപോലത്തെ ഒരു പ്രൊജക്ടർ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് എൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.